എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനത്തെ നല്ലൊരു വെടിക്കെട്ട് വീഡിയോസ് ആയിട്ട് ഞാനത് വീണ്ടും വന്നിരിക്കുന്നു. അടിപൊളി ഒരു നെയ്യപ്പം കേട്ടോ, നല്ല ടേസ്റ്റുള്ള, അതുപോലെ നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്നതിനെക്കാട്ടി നല്ല സൂപ്പറായിട്ടുള്ള അടിപൊളി കേട്ടോ, നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതേ ആവശ്യത്തിന് ഞാനത് പച്ചരി കേട്ടോ ഏകദേശം ഒരു 4 മണിക്കൂർ നല്ലപോലെ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഉള്ളത് നല്ലപോലെ കഴുകി അതിനൊന്ന് സെറ്റാക്കി എടുക്കുക. അപ്പോൾ ചെങ്കളെ, ഇതുവരെ നെയ്യപ്പം വീട്ടിലുണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വീടുകളിൽ തീർച്ചയായിട്ടും ചെയ്തു നോക്കുക. വളരെ സിമ്പിളാണ്. അത് മാത്രമല്ല നല്ല ടേസ്റ്റായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി എളുപ്പത്തിന് കഴിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ കുറച്ച് ഐറ്റംസൊക്കെ മതി കേട്ടോ, നമുക്ക് ഏകദേശം ഒരുപാട് നെയ്യപ്പം നമുക്ക് സെറ്റാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിത് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് കുറച്ചുകൂടെ കറുത്ത ശർക്കരയൊക്കെ എടുത്താൽ അത്രയും നന്നായിരിക്കും കേട്ടോ. നമ്മളിവിടെ ഞാൻ പോകുന്ന സമയത്ത് കറുത്തത് കിട്ടിയില്ല കേട്ടോ. അത്യാവശ്യം ഈ ഒരു കളറാണ് കിട്ടിയതെങ്കിലും കുഴപ്പമില്ല, നമുക്ക് മധുരത്തിനാണല്ലോ. എങ്കിലും ഇതേ ആയിട്ട് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിൻ്റെ മധുരത്തിന് കണക്കാക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരിക്കലും പറയാം, ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കറക്റ്റായിട്ട് കൊടുത്തിരിക്കും കേട്ടോ. അത് നോക്കി മനസ്സിലാക്കാൻ, അതായത് നിങ്ങൾക്ക് വീട്ടിൽ പോലെ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെയൊക്കെ നോക്കി മനസ്സിലാക്കി ചെയ്യുക. അപ്പോൾ ഇതേ ശർക്കര നല്ലതുപോലെ നമ്മളിത് അലിയിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് പാളയംകുളം പഴമാണ് കേട്ടോ. ഞാനത് ഒരു 6 പഴം ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 6 പഴം, പിന്നെ അതുപോലെ തന്നെ ഒരു 6 ഏലക്ക, 6 ഏലക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കൂട്ടാൻ കുറയ്ക്കാൻ എല്ലാം നിങ്ങൾ ചെയ്യാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മളത് ശർക്കര പാനി നല്ലപോലെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഞാനത് ഇങ്ങനെ മാറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ശർക്കര പാനി നല്ലതുപോലെ അരിച്ച് വേണമെടുക്കാൻ കേട്ടോ. ഇതിലുള്ള കല്ലും ബാക്കിയുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ പോയിട്ട് വേണം അരിച്ചെടുക്കാനായിട്ട്. അതിനുശേഷം ഞാനൊരു ജാറ് സെറ്റാക്കി കേട്ടോ. അപ്പോൾ ജാറിലേക്ക് കുറച്ച് നമ്മൾ കുതിർത്ത് വെച്ച പച്ചരി ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് നമ്മൾ ആവശ്യമായിട്ടുള്ള ഇനി പഴം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 2-3 പഴം ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പഴമൊക്കെ ചേർത്തതിന് ശേഷം പിന്നെ നമ്മളിത് ഒരു 3 ഏലക്കയും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് ശർക്കര പാനിയോട് നമുക്ക് ഇതിലൊന്ന് അരച്ച് കിട്ടാൻ കണക്കിനുള്ള ആ ഒരു കണക്കിന് നമുക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചങ്കളെ, ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റിൽ നമുക്ക് സുഖമായിട്ട് വീട്ടിൽ തന്നെ സെറ്റാക്കി എടുക്കുക എന്നുള്ളൊരു കാര്യമേ ഉള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോസ് കാണുന്ന ഒരു കൂട്ടുകാർ ഇനി ഒരിക്കലെങ്കിലും ഇത് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും വീട്ടിൽ ഇതുപോലെ ചെയ്ത് നോക്കുക. അതിൻ്റെതായിട്ടുള്ള കറക്റ്റ് പാവത്തിൻ്റെ കാര്യങ്ങൾ, അതായത് ഒരു പരുവുണ്ടല്ലോ, ആ ഒരു കറക്റ്റ് കാര്യങ്ങൾക്ക് ഇത് സെറ്റാക്കിയാലേ വളരെ സിമ്പിളായിട്ട് നല്ല എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് മിക്സിയിലിട്ട് നല്ലൊരു നരച്ചെടുക്കാമേ. അപ്പോൾ ദേ അങ്ങനെ ഏകദേശം കുറച്ച് സമയത്തിന് ശേഷം നമ്മളിത് ഫസ്റ്റത്തെ ഉള്ളത് നല്ലപോലെ അരച്ച് സെറ്റാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊന്ന് തുറന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ, നമ്മൾ ഈ ശർക്കര പാനി നമ്മളിൽ ഒഴിക്കുന്നത് നമുക്ക് എത്രയാണോ മധുരം വേണ്ടിയിട്ടുള്ളത് അത് കണക്കാക്കിയിട്ട് വേണം നമ്മൾ ശർക്കര പാനി ഒഴിക്കാനായിട്ട്. അപ്പോൾ ദേ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ഞാനതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കുന്നുണ്ട്. ഇനിയും നമുക്കുണ്ട് കേട്ടോ, ഇതുപോലെ അടുത്ത് മറയ്ക്കാനൊക്കെ ഉണ്ട്. ഞാനെന്തായാലും അതുകൂടെ കാണിച്ച് തന്നെ പോകാം കേട്ടോ. അപ്പോൾ അതുകൂടെ ആകുമ്പോഴത്തേക്കും വേറെ പ്രശ്നമില്ലല്ലോ അല്ലേ, ഒറ്റ സ്റ്റെപ്പിൽ കൂടെ തീർക്കുന്നില്ല. അപ്പോൾ ആ ജാറിൽ തന്നെ വീണ്ടും നമ്മളിത് പച്ചരി ചേർക്കുന്നുണ്ട്, അതുപോലെ പഴവും ചേർക്കുന്നുണ്ട്, അതുപോലെ ഏലക്കയും ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ശർക്കര പാനിയുടെ ചേർത്ത് വീണ്ടും നമ്മളിത് അരച്ച് സെറ്റാക്കി റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേകത അല്ലേ, ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ, കാണാനൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും മിക്സിയുടെ ജാറിൽ അരച്ച് സെറ്റാക്കി റെഡിയാക്കി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 2 പ്രാവശ്യം ഞാൻ ഇതിനകത്ത് കറക്റ്റായിട്ട് നമ്മളെ ഓരോ പ്രാവശ്യം അടിക്കുന്നതും കറക്റ്റ് ക്ലിയറായിട്ട് ഇതിനകത്ത് തന്നെ നല്ലപോലെ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒഴിക്കുന്ന സമയം ഈ പാത്രത്തിനകത്ത് വേറെ ഈർപ്പോ കാര്യങ്ങളില്ലെന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. അതിനുശേഷം നമുക്കിത് നല്ലതുപോലെ ഇതിനെ ഒന്ന് അടച്ചു വയ്ക്കുന്നതിന് മുൻപായിട്ട് ആദ്യം നമുക്ക് ആവശ്യത്തിന് സോഡാപ്പൊടി ചേർക്കാം കേട്ടോ. കുറച്ച് സോഡാപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ സോഡാപ്പൊടിയൊക്കെ ചേർക്കുന്നത് നിങ്ങൾ ആവശ്യത്തിന് ചേർത്ത് സെറ്റാക്കിയാൽ മതി. എങ്കിലും ഞാനത് കുറച്ച് മാത്രമേ സോഡാപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇനി മെയിനായിട്ട് വേണ്ടത് നമുക്കിത് 8 മണിക്കൂർ കേട്ടോ, 8 മണിക്കൂർ കറക്റ്റായിട്ട് ഈ ഐറ്റം ഇരുന്നൊന്ന് പരുവായി കിട്ടണം. അപ്പോൾ നല്ലപോലെ സോഡാപ്പൊടിയൊക്കെ ഒന്ന് കലക്കി സെറ്റാക്കിയതിന് ശേഷം ഞാൻ ഒരു അടപ്പ് പാത്രം വെച്ച് ഒരു പ്ലാസ്റ്റിക് കേട്ടോ അടച്ചു വെച്ച് ഏകദേശം ഒരു കറക്റ്റ് 8 മണിക്കൂർ വരെ ഞാൻ ഇതിനൊന്ന് സെറ്റാക്കി വെച്ചിരിക്കാൻ കേട്ടോ. അപ്പോൾ ഇനി കാണാൻ പോകുന്നത് 8 മണിക്കൂറിന് ശേഷമുള്ളതാണ് കേട്ടോ. അപ്പോൾ 8 മണിക്കൂറിന് ശേഷം ഇപ്പോൾ തന്നെ ഈ ഒരു പരുവും കാര്യങ്ങളൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് എള്ള് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ എള്ള് ചേർക്കാം. എള്ള് ചേർത്തില്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, എള്ള് ചേർത്തില്ലെങ്കിൽ വേറെ വിഷയമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ എനിക്കിവിടെ കുറച്ച് എള്ള് ഉണ്ടായിരുന്നത് കൊണ്ട് കറുത്ത എള്ളാണ് കേട്ടോ അതുകൂടെ ഒന്ന് ചേർക്കുന്നതിൽ. അപ്പോൾ എള്ളൂടാകുമ്പോഴത്തേക്കും കാണാനും അതുപോലെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അതുകൊണ്ട് കുറച്ച് എള്ളൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് കലക്കി ഒന്ന് സെറ്റാക്കി എടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നമ്മൾ സാധാരണ നെയ്യപ്പത്തിൽ നമ്മളങ്ങനെ ഈ തേങ്ങയുടെ കൊത്തുണ്ടല്ലോ, നമ്മൾ തേങ്ങാപ്പുള്, അപ്പോൾ അതൊന്നും ഇങ്ങനെ കുഞ്ഞുമായിട്ട് കട്ട് ചെയ്തൊന്നും വറുത്ത് ചേർക്കത്തില്ല. നമ്മൾ ഉണ്ണിയപ്പത്തിനൊക്കെ ആണെങ്കിൽ അങ്ങനെ ചേർക്കും. പിന്നെ അതുപോലെ കപ്പലണ്ടി, പക്ഷേ വേണമെങ്കിൽ നമ്മൾക്ക് വീട്ടിലേക്ക് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇതൊക്കെ ചേർക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിതിന് മുൻപ് കുറച്ച് ഉണ്ടാക്കി കേട്ടോ. അതിന് ശേഷമുള്ള വീഡിയോസാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. അതാണ് എണ്ണയുടെ ഇങ്ങനെ ഒരു ചെറിയ കളർ വ്യത്യാസം. ഞാൻ കുറച്ച് നേരത്തെ ഇതിന് തൊട്ട് മുൻപായിട്ട് നമ്മൾ കുറച്ചൊക്കെ ഉണ്ടാക്കി കേട്ടോ. പിന്നെ വലിയ ഷേപ്പ് കാര്യങ്ങളൊന്നും അങ്ങനെ കിട്ടിയില്ല, അങ്ങനെ ഒന്നും വിചാരിക്കരുത്. കാര്യം നമ്മളിത് ഇടുന്ന സമയത്ത് തന്നെ കറക്റ്റ് നല്ല ഷേപ്പിലും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കിട്ടുന്നുണ്ട്. വേറെ ഒരു പ്രശ്നമില്ല കേട്ടോ. നമ്മളെങ്ങനെയാണ് കടയിൽ നിന്ന് മേടിക്കുന്നത് അതേ ആ ഒരു ഷേപ്പിൽ കാര്യങ്ങൾ തന്നെയാണ് നമുക്കിവിടെ സെറ്റാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, ആ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ സെയിം തന്നെ കേട്ടോ.
എന്തായാലും സംഗതി വളരെ സിമ്പിളായിരുന്നു കേട്ടോ. ഞാൻ ഇതിന് മുൻപും അത് നേരത്തെ കേട്ടോ ഇതേപോലെ വീട്ടിൽ ഇതേപോലെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സെറ്റാക്കി നോക്കി അന്നും നല്ല അടിപൊളിയായിട്ട് ഇതേപോലെ നല്ല പെർഫെക്ഷനായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി കിട്ടി. ആ ഒരു സന്തോഷത്തിൻ്റെ ആണ് കേട്ടോ വീണ്ടും ഇതിലിങ്ങനെ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ പല രീതിയിലൊക്കെ ഇങ്ങനെ ഒന്ന് റൗണ്ടൊക്കെ ഒന്ന് കറക്കി ഒന്ന് ഒഴിച്ച് നോക്കി കേട്ടോ. പക്ഷേ എങ്ങനെ ചെയ്തെടുത്തിരുന്നാലും ഐറ്റം നല്ല സെറ്റായിട്ട് തന്നെ ഏകദേശം നല്ല ഒരു ഷേപ്പിൽ തന്നെ കിട്ടുന്നുമുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, അങ്ങനെ നിങ്ങൾക്ക് ഷേപ്പ് കിട്ടും അങ്ങനെയൊക്കെയുള്ള ചിന്തകളൊന്നും വേണ്ട കേട്ടോ. നമ്മൾ എങ്ങനെ ഒഴിച്ചിരുന്നാലും കറക്റ്റ് ഏകദേശമുള്ള ഒരു ഷേപ്പും കാര്യങ്ങളും തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ മധുരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കൽ കൂടെ പറയാം കേട്ടോ. മധുരം നിങ്ങളെ ഇഷ്ടത്തിന് കണക്കായിട്ട് ചേർക്കുക. അതായത് നമ്മൾ അല്ലെങ്കിൽ ഒരു പക്ഷേ അതിൽ ആവശ്യത്തിന് വെള്ളം ചേർത്താലും വിഷയമല്ല കേട്ടോ. മധുരം കുറച്ചിട്ടേ അപ്പോൾ നമുക്ക് അവർ അരച്ചൊരു പരുവം കിട്ടുക. അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള പരിപാടി. ഈ കാണുന്ന നേരം നോക്കിയൊക്കെ ചങ്ങായി എന്ത് രസവും നോക്കിയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഇതിപ്പോൾ കണ്ടപ്പോൾ തന്നെ ഞാനത് 1-2 ദിവസം കഴിഞ്ഞ ശേഷം കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് സെറ്റ് ചെയ്യുന്നത്. പക്ഷേ അത് കണ്ട സമയത്ത് തന്നെ എനിക്ക് ആ ഒരു ഓർമ്മ ഒന്ന് വയറിങ്ങനെ അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇങ്ങനെ ഓരം തുറന്നിട്ടൊക്കെ ഇങ്ങനെ ചുട്ടൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ പണ്ട് നമുക്കൊരു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു പാട്ടുണ്ടല്ലോ അല്ലേ, അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പം ചുട്ടു കാക്ക കുത്തി കടലിലിട്ടു. എനിക്ക് ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു കേട്ടോ. തീർച്ചയായിട്ടും കൂട്ടുകാരെ വീട്ടുകളിൽ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ. എല്ലാം ഇങ്ങനെ കടകളിലൊന്നും എന്നെ നമ്മൾ ആശ്രയിക്കരുത് കേട്ടോ. മേടിച്ച് കഴിക്കാമെന്ന് വിചാരിക്കരുത്. പറ്റുവാണെങ്കിൽ വീട്ടിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. കുറച്ച് ചിലവ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. കാര്യം നമുക്ക് വീട്ടിൽ എന്താ പറയുക നല്ല ആരോഗ്യത്തോടെ തന്നെയുള്ള നല്ല ഫുഡ് തന്നെ കഴിക്കാൻ പറ്റുമല്ലോ. അതായത് നല്ലതായിട്ടുള്ള നെയ്യപ്പം തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വേവ് കാര്യങ്ങളും നിങ്ങൾ കുറച്ച് ബ്രൗൺ കളർ ഇച്ചിരി കൂടി വരികയാണെങ്കിൽ ഇച്ചിരി നല്ല മൂത്ത് വരും. അപ്പോൾ അത് കണക്കായിട്ട് നിങ്ങൾ സെറ്റാക്കുക. ഞാനെങ്കിലും അങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഐറ്റംസ് എല്ലാം ഞാൻ ഇത് ചുട്ട് റെഡിയാക്കിയത് ഒരു പ്ലേറ്റിൽ ഇത് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എനിക്കിവിടെ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൂടെ കുറച്ചൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ പറ്റത്തില്ല കേട്ടോ. ഞങ്ങളിവിടെ ഭയങ്കരമായിട്ടുള്ള പാട്ടും കാര്യങ്ങളാണ്. ഇവിടെ ക്ഷേത്രത്തിൽ ഉത്സവം ആയതുകൊണ്ട് അത് ഗ്യാപ്പില്ലാതെ ഇങ്ങനെ പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എങ്കിലും ഞാനിത് ഒരു ചെറുതെടുത്ത് കേട്ടോ. അത് ലാസ്റ്റ് വന്ന മാവിൻ്റെ ആണ് കേട്ടോ. അതിന് ഞാനൊന്ന് ഒന്ന് കഴിക്കാൻ കേട്ടോ. തീർച്ചയായിട്ടും ചങ്ങന്മാരെ നമ്മളിത് കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്നതിനെക്കാട്ടിയും സൂപ്പറായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കും ഞങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കുന്നു. അങ്ങനെയല്ല കേട്ടോ. ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടേ ഇങ്ങനെ ഇരിക്കുകയാണ് ചങ്ങന്മാരെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും കൂട്ടക്കാരൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ വീഡിയോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ അങ്ങനെ ഒരു സൈഡിൽ നിന്ന് കുത്തിയിരുന്ന് പിന്നെ അത്യാവശ്യം നല്ല ചൂടുള്ളായിരുന്നുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ കഴിച്ച് അങ്ങ് ഇരിക്കണം കേട്ടോ. ഏകദേശം ഒരു 3ാമത്തതാണ് ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. തീർച്ചയായിട്ടും വീഡിയോയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാകുമ്പോൾ നിങ്ങൾ 1 2 ചിലപ്പോൾ 3 കൂടുതൽ നെയ്യപ്പവും നിങ്ങൾ കഴിക്കും കേട്ടോ. ഭയങ്കര രസമുണ്ട് ഇങ്ങനെ കഴിച്ച് ഇരിക്കാനേ. പ്രത്യേകിച്ച് അത്യാവശ്യം നല്ല മധുരവും കാര്യങ്ങളൊക്കെ സെറ്റായിരുന്നു. അപ്പോൾ ചങ്ങളെ അടുത്ത നല്ലൊരു കിടുക്കാച്ചി വീഡിയോ കേട്ടോ. അടുത്ത നല്ലൊരു വെടിക്കെട്ട് വീഡിയോസുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ.